അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ബസ് സിമുലേറ്ററിൻ്റെ ചെയ്യണം മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു മൗണ്ടൈൻ മാപ്പാണ്. KSRTC വോൾവോ സ്ലീപ്പറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ ടു തിരുവനന്തപുരം വണ്ടിയാണ്. ഫോണൊക്കെ ഉണ്ട് നല്ല വണ്ടി. വണ്ടിക്ക് തേരേറുള്ള പവറില്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്നൊരു കിടിലൻ മൗണ്ടൈൻ മാപ്പാണ് കാണിക്കാൻ പോകുന്നത്. ബസ് സിമുലേറ്ററിൻ്റെ ലേശയിൽ തന്നെയാണ്, മോഡൊന്നുമല്ല. അപ്പോൾ വീഡിയോയുടെ അവസാനം മാപ്പ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് എവിടെ നിന്നായത് ഈ വണ്ടി തട്ടി എടുത്തപ്പോൾ തന്നെ പോക്കണമെന്ന് ഇടയിൽ കൂടെ വണ്ടി ഉടയ്ക്കുമായിരുന്നു. നമ്മൾ പഴയ ആൾക്കാരൊക്കെ കയറ്റി തുടങ്ങി. ഇതോടെ നടക്കാറുന്ന ഒരു തിരിഞ്ഞു ചേർക്കും. എങ്ങനെയെങ്കിലും കയറട്ടെ, നമുക്ക് പോയേക്കാം. പോയെന്ന് നമുക്ക് ഇത്തിരി ദൂരമുണ്ട്. മാപ്പൊക്കെ അതവിടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട്. വണ്ടിക്ക് നല്ല പവറുണ്ട്, സ്പീഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് തേരെയാണുള്ളത് പോലെ ഞാൻ കാണിച്ചു തരാം. വഴി എത്തുമ്പോൾ കാണിച്ചു തരാം. തേര് കയറാനുള്ള പവറില്ല വണ്ടിക്ക്. കൂടെ കത്തിക്കാൻ വണ്ടിയുടെ ഹൈറ്റൊക്കെ താഴ്ത്താൻ പറ്റും. കാണിച്ചു തരാം. വണ്ടി താഴ്ന്നു. അഞ്ചാറ് ഡോറ് തുറക്കുന്നു മാത്രമേ ഉള്ളൂ. വയ്ക്കാം. ആദ്യം തന്നെ കുറച്ച് ദൂരം മാത്രം പോയേക്ക്. അതിനുശേഷം മൗണ്ടൻ മാപ്പുകളും മാപ്പിലോടാണ്. അപ്പോൾ നമ്മൾ കട്ടിയിട്ട് എടുത്ത് കളിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളത് ആ മലയോര വഴി കൂടെ ഒക്കെ എത്തിയിട്ടുണ്ട്. നല്ല കാടുള്ള നല്ല വഴിയാണ്. നല്ല വളം തിരിവാണ്. വലിയ വണ്ടിയൊക്കെ കൊണ്ടൊന്ന് ഓടിക്കാൻ നല്ല രസമാണ് ഗൈസ്. വലിയ റോഡാണ്. നമ്മളെ വണ്ടിക്ക് പവറില്ലാത്തതുകൊണ്ട് ഇനി പോകുമെന്നറിയത്തില്ല. ഇവിടുത്തെ ഒരു ലോങ്ങാണ്. ഇത് ആദ്യത്തെ സ്ഥലമാണ് ഞാൻ പറയാൻ പോകുന്ന മാപ്പിൽ നിന്ന് ആദ്യത്തെ സ്ഥലമാണിത്. ഇവിടെ നിന്ന് വേറൊരു സ്ഥലം വരെയാണ് പോകുന്നത്. വഴി നല്ല വളഞ്ഞ വഴിയാണ്, ഇച്ചിരി ലോങ്ങാണ്. നല്ല ലോങ് റോഡാണ്. ഇതേപോലത്തെ വേറൊരു മാപ്പ് കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. അടുത്ത വീഡിയോ ഞാൻ ഫോർച്യൂണറായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. KSRTC വഴി തിരിയാൻ പാടാണ് ഗൈസ്. ഇത് ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ ഇതിൽ നിന്ന് എടുത്തതാണ്. വോൾവോ 960യുടെ മോഡും പിന്നെ യൂട്യൂബറിൻ്റെ ലിവറി എടുത്തിട്ടതാണ്. തേര് വന്നപ്പോൾ നമ്മളെ വണ്ടിയുടെ സ്വഭാവം കാണിച്ചു. കയറത്തില്ല, വലിയ പാടാണ്. വണ്ടിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ, വണ്ടിക്ക് പവറില്ല. അത്യാവശ്യം കയറുന്നുണ്ട്. ഈ തേര് കയറത്തില്ല, നിൽക്കും അവിടെ നേരയ്ക്കും. കഷ്ടപ്പെടുന്നുണ്ട് അവർ കണ്ണാണ് കാണിക്കുന്നത്. ഞാൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാറ്റിട്ട് വലിയ പാടാ വലിക്കുന്നില്ല.
വേര് കയറിയിട്ട് ഓ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങനെയൊക്കെ വണ്ടി വലിച്ച് കയറ്റി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇനി പറ്റത്തില്ല. ഇതിന് 10,000 ഗിയറുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇതിപ്പോൾ എത്ര ഗിയർ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ വൈപ്പറിൻ്റെ സ്വിച്ച് എവിടെയാണ്? നല്ല മഴയാണ്. അടുത്തതേരി ഇപ്പം എവിടെ കിടന്ന് കഴിയുമല്ലോ. പോണവരൊക്കെ പൊക്കോളാം. വണ്ടി വലിയ വണ്ടി മൂന്നാമത്തെ ഗിയറിൽ നല്ലവരും ഉണ്ടാകും. ഇൻസൾട്ട് എന്നാണോ ഇല്ലണോ വലിയ കഷ്ടപ്പെട്ട് വണ്ടിയും വലിച്ച് കയറ്റുമ്പോൾ നീ അവിടെ കൂടെ കൊണ്ടുപോകണ്ട. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇതൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ വോൾവോ സ്ലീപ്പർ കേരള സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ വണ്ടി എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോ വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഐഡിയ വലിയ പാടൊക്കെ അല്ലാതെ കളിച്ച് ഐഡിയ കളിക്കുമ്പോൾ കത്തിക്കാം. വലിയ കയറ്റമൊന്നുമില്ല, ഇറക്കം മാത്രമേ. ഇത്ര നേരം നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ മാർക്ക് റിവെഞ്ച് എടുക്കാം. എനിക്ക് നല്ല ബ്രേക്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വളമൊക്കെ വളച്ചെടുക്കാൻ പറ്റും. നമ്മൾ അടുത്ത വീഡിയോ അടുത്തൊരു അടുത്തൊരു ഇതേപോലത്തെ ഒരു മൗണ്ടൻ മാപ്പുമായിട്ട് ഫോർച്യൂണറും വണ്ടിയിലാണ് വരാൻ പോകുന്നത്. ഫോർച്യൂണറുണ്ട് നമ്മുടെ കയ്യിൽ. ആ വണ്ടിയിലാണ് അടുത്ത് നമ്മൾ വരാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം ഞാൻ ഈ മാപ്പ് ഏതൊന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. അപ്പോൾ അവസാനം വരെ കണ്ടാലേ മാപ്പ് ഏതാണെന്ന് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് 120 ഗൈസ്. അയ്യോ ചവിട്ടി അപ്പം എങ്ങനെ ഇരിക്കണം? റിവേഴ്സ് ഗിയർ വലിയ പാറ ഗൈസ്. 120 വളച്ചപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് റോഡ് കുറവാണ്. നല്ല വളഞ്ഞു തിരിഞ്ഞ റോഡാണ്. മലയോര മാപ്പ് റോഡ് മാപ്പ് നോക്കിയതാണ്, കുറേ കിട്ടിയില്ല. ഒരു നല്ലൊരു ഹില്ലി മോഡ് മാപ്പ് നോക്കിക്കൊണ്ട് വന്ന കിട്ടിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഗെയിമിൽ തന്നെ നല്ല മൗണ്ടൻ മാപ്പ് നോക്കിയതാണ്. ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇത് വെറും ഈ മാപ്പ് ഇൻട്രൊഡക്ഷനും ഗെയിം പ്ലേ വീഡിയോ മാത്രമാണ്. മഴ കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക് ചാൻസ് നമ്മൾ ബ്രേക്ക് കഴിച്ചു. വളരെ വലിയ പാടാണ്. പെട്ടെന്ന് അങ്ങനെ തിരിയത്തില്ല. കാരണം നമ്മളെ KSRTC വോൾവോ സ്ലീപ്പർ ഡോറൊക്കെ തുറക്കും. ഐഡിയ പേരിടാം, അതാ ഒരു രസം. മാപ്പ് കഴിഞ്ഞിരിക്കുന്ന ആദ്യത്തെ മാപ്പ് തീരും. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അടുത്ത മലയോര മാപ്പ് കഴിഞ്ഞു. അടുത്ത വില്ലേജിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടാണ് അടുത്ത് നമ്മൾ റൈസ്. നിങ്ങൾക്ക് സ്പീഡോമീറ്റർ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ 110 ഗിയർ. ഇപ്പം 12ാമത്തെ ഗിയർ. വണ്ടി കണ്ടില്ല, പെട്ടെന്ന് ഇടിച്ച് കയറ്റിയത്. അതായത് വളവിൽ ചെന്ന് ഇടിച്ചിട്ട് 98
ചവിട്ടിയെടുക്കാൻ വലിയ പാടാണ്. പെട്ടെന്ന് ചവിട്ടിയിട്ട് കയറത്തില്ല. ഷോർട്ടാക്കാൻ നോക്കും. ഞാൻ അടുത്ത മാപ്പ് എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷയില്ല, അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയ്യോ ശരി. നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയി, അതാണ് ഞാൻ കുറച്ച് നേരം കട്ട് ചെയ്തത്. ആ മാപ്പ് ഇച്ചിരി ഉണ്ടായിരുന്നു നേരത്തെ മാപ്പ്. നമ്മുടെ വണ്ടിയിലെ സ്റ്റോപ്പ് സ്പീഡ്, നിരപ്പിന് ടോപ്പ് സ്പീഡ് 112. വളച്ചു വരാനുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് വളച്ചു. റാങ്കിൽ തൊട്ടിൽ അടുത്ത സ്ഥലത്തെത്തിൻ്റെ അടുത്ത് കാണിച്ചുതരാം. ഈ സ്ഥലത്ത് ഇച്ചിരി വളവൊന്നും ഉണ്ടത്. ഒരുത്തൻ ബസ് ഇടിച്ച് കിടപ്പുണ്ട്. നേരത്തെ ഓവർടേക്കാതെ നോക്കി വന്നു. നമ്മളിപ്പോൾ ക്രൂസ് കൺട്രോളുള്ള ആക്സിഡൻറ്റ് ഓർമ്മ അത് വളച്ചാണ് ബാക്കിലോട്ടാണ് കേട്ടോ. ഇങ്ങനെ കുറ്റിക്കാട്ടിലോട്ട് പുറകിലും ടേണിങ് ഉണ്ട്. ആഞ്ഞ് ഉറച്ചാലേ പോകത്തുള്ളൂ. ലൈറ്റൊക്കെ അടിച്ച് കയറി പോവുകയാണ്. ഫ്രണ്ടിൽ ഫോർച്യൂണറാണ്. ഇതും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ 700 MB വീഡിയോ ആയിട്ടുണ്ട്. നോക്കുന്നില്ല, ഒറ്റപ്പെടുത്തമാണ്. അവിടെ കൂടെ അപ്പുറമുള്ളവർ തട്ടി വന്നു. നല്ലൊരു വളവുണ്ട്. വിളിച്ചു തരാം. നിയമപരമായി എൻ്റെ സ്പീഡിൽ പോകേണ്ടത് ആംബുലൻസാണ്. പക്ഷേ ഞാനാണ് ആ സ്പീഡിൽ പോകുന്നത്. ആംബുലൻസ് പതിയെ പോകുന്നു. ലൈറ്റൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ മോദിക്കും. നമ്മൾ എല്ലാവരും ഇറക്കിയുള്ള സ്ഥലത്തായിട്ട് എത്താറായിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്പീഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. 100, 110 ഇത്രയും പോകത്തുള്ളൂ വണ്ടിക്ക്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മുടെ മാപ്പ് ഏതാണ് കാണിച്ചു തരും. ടെർമിനൽ, ബസ് ടെർമിനലിലോട്ടാണ് വേണ്ടത്. മഴയ്ക്ക് പറ്റും. മഴയ്ക്ക് വൈകി എപ്പോഴും പെയ്യുകൊണ്ടിരിക്കണം. പിള്ളേരെ കിടന്നുടിക്കുന്നുണ്ട്. വണ്ടി കണ്ടിട്ട് പറക്കുന്ന വണ്ടി കണ്ടിട്ട് ടെർമിനലിലെത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഒതുക്കാൻ പോവാണ്. ആൾക്കാരൊക്കെ ഇറക്കി വിടാൻ പോവുകയാണ്. നമ്മളാൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോകും. ഇതന്നെയാണ് വിറച്ച് കുറച്ച് പോകുന്നു. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് തിരിച്ച് നമ്മുടെ ഉഗ്രം ബിരിയാണി പിന്നെ ആളും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആ മാപ്പ് ഏതെന്ന് കാണിച്ചു തരാൻ പറയുമായിരുന്നു. നമ്മൾ ഈ മാപ്പ് അവസാനം കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ മാപ്പ് ഏതെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ മാപ്പ് ബൈയു ടു മലാങ്കാണ്. ഇതാണ് ഞാനിപ്പോൾ പോയ മാപ്പ്. അതിൻ്റെ 3 ടെർമിനലാണ് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത്. ബായൂവ ടു മലാങ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങോട്ടാണ് നമ്മൾ പോയത് ആദ്യം. അടുത്ത മാപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത മാപ്പ് കാണിക്കുന്നതായിരിക്കും. ഇതേപോലത്തെ ഒരു വലിയൊരു മൗണ്ടൻ മാപ്പ് തന്നെയാണ് അതും. അപ്പോൾ ആ മാപ്പ് ഞാൻ അടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വോൾവോ സ്ലീപ്പർ എങ്ങനെ എടുക്കുന്നതും കൂടെ കാണിച്ചു തരും. ഈ ലിവറിയൊക്കെ എടുക്കുന്നത് അതും കൂടെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ടേക്ക് കെയർ.